ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് അക്വേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസ്, നിങ്ങളുടെ നക്ഷത്രം കുംഭമാണ് വെച്ചാൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, ഈ വീഡിയോ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഫെബ്രുവരി മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കൺസൾട്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഫീസും അതൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അക്വേറിയസ് എന്താണ് മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി, ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഹൈറോഫാന്റ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റിൽ 3 of Swords. കറണ്ട് എനർജിയിൽ മൂൺ. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ Ace of Swords. അപ്പോൾ അക്വേറിയസ് ഇവിടെ ഞാൻ കാണുന്നത് ഹൈറോഫാന്റ് ടോറസ് എനർജിയാണ്. ഇതൊരു ട്രഡീഷൻസിൻ്റെ എനർജിയാണ്. ഫാമിലിയുടെ എനർജി ആവാം, മാരേജിൻ്റെ എനർജി ആവാം, ഇല്ലച്ച ഒരു മെൻറ്റോറിൻ്റെ എനർജിയാണ്. മെൻറ്റോർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റിലീജിയസ് ലീഡർ, സ്പിരിച്വൽ ബിലീവ്സ്, അതിൻ്റെ എനർജി ആവാം. അപ്പോൾ ഈ ഹൈറോഫാന്റ് ഇവിടെ എന്താണ് കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ? ഇതൊരു സ്പിരിച്വൽ എനർജിയും ആവാം. നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളാണ് ഈ മാസം, അതിലാണ് നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. 7 of Pentaclesൻ്റെ എനർജി വന്നിരിക്കണു. അപ്പോൾ എവിടെയോ നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. എക്സ്പെക്റ്റേഷൻ എന്തോ ഉണ്ട് നിങ്ങളുടെ. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ കുറേ എഫേർട്ട് ഇട്ടിരിക്കണു. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ആവാം, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ജോലിയുടെ കാര്യത്തിലാവാം. എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു റിസൾട്ടിന് വേണ്ടിയിട്ട്, റിവാർഡ്സിന് വേണ്ടിയിട്ട്, ഇല്ലാച്ച ഒരു പേഴ്സൻ്റെ കോളിന് വേണ്ടിയിട്ട്. ആ സമയത്ത് എഫേർട്ട് ഇട്ട സമയത്ത് കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾക്ക് കുറേ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, അത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന്. ഞാനിവിടെ കാണുന്നത് എന്തോ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ പോകണ്ട ഈ മാസം. ഇതൊരു പുതിയ തുടക്കമാവാം, അതല്ല വെച്ചാൽ ഈ നിങ്ങൾ വെയിറ്റ് ചെയ്യണ കാര്യത്തിൻ്റെ അതിൻ്റെ കണക്ഷനായിട്ട് എന്തെങ്കിലും ആവാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. ചില സമയത്ത് ഹൈറോഫാന്റ് ഒരു മാരേജിൻ്റെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങൾ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്, പക്ഷേ ഒന്നും മുമ്പോട്ട് പോവുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ച്. ആ ഇൻഫർമേഷൻ വരണത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കില്ല, എന്തായാലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. അപ്പോൾ 3 of Swords നിങ്ങളുടെ പാസ്റ്റിൽ കാണാണ്ട്. പാസ്റ്റിലും എന്തോ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ആക്ച്വലി കുറേ ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു, ഇല്ലച്ച എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട്. നിങ്ങൾക്ക് കുറേ വിഷമമുണ്ടായി ഇതിൻ്റെ കാരണം. നിങ്ങൾ ഹീൽ ചെയ്യാനായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ നോക്കണോ, മൂവ് ഓൺ ചെയ്യാൻ നോക്കി. അപ്പോൾ അതാണ് ഞാൻ കാണുന്നത്. കുറേ ഒരു പെയിൻ, ഒരു സങ്കടം, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരുന്നു, ഇല്ലച്ച വീട്ടിലാരെങ്കിലും ഫാമിലിയുടെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു. ഞാനിവിടെ കാണുന്നത് എന്തോ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ അത്ര ഒരു പറഞ്ഞ കുറച്ചൊരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ മാരേജിൻ്റെ കാര്യത്തിലും ആവാം. ഓക്കെ, മാരേജ് അല്ല വെച്ചാൽ റിലേഷൻഷിപ്പ് ആവാം. എന്തായാലും ഈ മാസം
മൂൺ എനർജി ആക്ച്വലി ഒരു ഇമോഷൻസിൻ്റെ എനർജിയാണ്, ഫിയറിൻ്റെ എനർജിയാണ്, കുറേ പേടി മനസ്സിൽ. അതെന്താ വെച്ചാൽ എന്തായിരിക്കും ഇപ്പോൾ ഫ്യൂച്ചർ ഉണ്ടാവുക, എന്താണ് ഇപ്പോൾ ഉണ്ടാവാൻ പോണേ, ഇത് ശരിയാവോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്, മനസ്സിൽ പേടിയുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ല. 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യലി നല്ല സമയമാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇമോഷണലി നിങ്ങൾക്ക് അത്ര ഒരു പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലാത്ത എനർജി കാണാണ്ട്. 6 ഓഫ് വോൺസ് ആക്ച്വലി കുറേ അറ്റൻഷൻ കിട്ടണ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഷൻ്റെ കുറവൊന്നുമില്ല, എല്ലാവരും കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാർ കുറേ ഉണ്ട്. പക്ഷേ അതുണ്ടായിട്ടും നിങ്ങൾ മെൻ്റലി ഹാപ്പി അല്ല, ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി ഇല്ല, കൺഫ്യൂഷൻ ഉണ്ട് എല്ലാത്തിലും. ഒന്നും മനസ്സിലാവണില്ല, എന്താ വേണ്ടേ, എന്താ ഉണ്ടാവാൻ പോണേ, ഒന്നും ഒരു അറിയാത്ത മാതിരി. ആ കൺഫ്യൂഷന് പുറത്തു വരണ സമയം ഫ്യൂച്ചറാണ്. എന്താ വെച്ചാൽ എന്തോ ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഉള്ള സിറ്റുവേഷന് നിങ്ങൾ പുറത്തു വരണം. ഈ ഏസ് ഓഫ് സോഡ്സ് ഇതൊരു പുതിയ തുടക്കം, ഇല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ ആവാം. ഞാൻ പറഞ്ഞ മാതിരി കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു ഇമോഷണൽ പ്രാക്ടിക്കൽ ഡിസിഷൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സ് ആയിരുന്നു മുമ്പേ. ആ ഏതാ ചോയ്സ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അറിയും. എന്തായാലും ആ ക്ലാരിറ്റി വരും. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് ഒരു തീരുമാനം എടുക്കാൻ പോണത്. ഇമോഷൻസ് മേ ബി നിങ്ങൾ അത്ര അതിനെ പ്രയോറിറ്റൈസ് ചെയ്യില്ല. എന്താ വെച്ചാൽ ഈ മാസം നിങ്ങൾ ഫെബ്രുവരിയിൽ കുറേ ഇമോഷണലായിട്ടാണ് തിങ്ക് ചെയ്യണത്. പക്ഷേ ഫ്യൂച്ചറിൽ പോകുമ്പോഴേക്കും നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കണത്. അപ്പോൾ എന്താണ് ആക്ച്വലി ചാലഞ്ച് ഉള്ളത് ഇവിടെ? നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം, നിങ്ങൾക്ക് ചാലഞ്ച് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, ഒരു ഇംബാലൻസ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും, അത് ഞാൻ കുറേ എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് അതുമാതിരി ഒരു റിസ്പോൺസ് ഇല്ല റിലേഷൻഷിപ്പിൽ, അതല്ല വെച്ചാൽ എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് കരിയറിൽ ഗ്രോത്ത് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഹാപ്പി അല്ല. ഒരു പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ജോലിയിൽ നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു പ്രോഗ്രസ് കാണാനില്ല. എംപറർ എനർജി ഏരീസ് എനർജിയാണ്. ഇവിടെ ഒരു ഫാമിലി മെമ്പറുടെ കൂടിയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാദർ ഇല്ല മദർ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ചെയ്തിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സ്നേഹമില്ല, ആ ഒരു സപ്പോർട്ടില്ല. ഈ ഇഷ്യൂസും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ ഒരു ബേർഡനായി തോന്നും. എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ കുറേ ആയി സഹിക്കണോ, കുറേ ആയി നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെക്കണോ. അപ്പോൾ ഫൈനലി പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഈ മാസം നിങ്ങൾക്ക് കുറേ ഒരു ഡിഫിക്കൾട്ടാവും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. എന്താ വെച്ചാൽ അത്രയും ഒരു പ്രഷർ നിങ്ങളുടെ മനസ്സിലുണ്ട്, അതിനെ ഓഫ്ലോഡ് ചെയ്യാൻ ഒരു വഴിയില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഡിഫിക്കൾട്ട് സമയത്തിൻ്റെ എൻഡ് ആവാറായി. അഡ്വൈസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഏസ് ഓഫ് വോൺസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. ഇത് ആക്ഷൻ എടുക്കണ അഡ്വൈസാണ്. ഏതും കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം. ആൻഡ് കുറേ പാഷനറ്റ് ആക്ഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് വെച്ചാൽ, ഏത് കാര്യത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് വെച്ചാൽ അതിൽ ആ ഡിറക്ഷനിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് കുറേ ഒരു കോൺഫിഡൻസ് തരാൻ പോണ തുടക്കമാണ്. നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് ഹീലിംഗ് എനർജീസും ഉണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ചൈൽഡ്ഹുഡ് ഇഷ്യൂസാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ഇഷ്യൂസൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്ത് മുതൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്തോ ഒരു സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആവാം. അതല്ല വെച്ചാൽ റീസെൻ്റ്ലി എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഇല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ്. എന്താ വെച്ചാൽ ഇവിടെ 3 ഓഫ് സോഡ്സ് നമ്മൾ കണ്ടത് ഒരു ഹാർട്ട് ബ്രേക്കാണ്. അപ്പോൾ എന്തോ ആ സമയത്ത് മുമ്പത്തെ സമയത്ത് എന്തെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായോ, ഇല്ലെങ്കിൽ ബ്രേക്കപ്പ്, ഇല്ലെങ്കിൽ ഒരു ഡിവോഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു മേജർ ലൈഫ് ഇവൻറ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ കുറച്ച് സമയം എടുത്ത് ഹീൽ ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഡി ആവണം. ഈ പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോണ തുടക്കമാണ്. എന്താ വെച്ചാൽ അതോടെ നിങ്ങളുടെ ലൈഫ് പേഴ്സണാലിറ്റി എല്ലാത്തിലും ഒരു മാറ്റം വരുന്നുണ്ട്. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക്
കിങ് ഓഫ് കപ്സ് ആണ്. ഒരു ലവിങ് പേഴ്സൺ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണു. ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണിത്. കുറേ ഒരു ഇമോഷണലി മെച്യോർ ആയ പേഴ്സൺ ആണ് ഇവർ. ഈ പേഴ്സൺ ഇതൊരു പേഴ്സൺ ആവാം, ഇല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവാം. എന്തായാലും ഇത് നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറേ ഹോപ്പ് വരും. അത് എൻ്റെ ലൈഫിൽ കാര്യങ്ങൾ ഇപ്പം മുമ്പോട്ടേക്ക് പോകണു, അങ്ങനത്തെ ഒരു ഹോപ്പ് വരും. ഞാൻ കാണുന്നത് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. പൈസയുടെ കാര്യത്തിൽ ചിലപ്പോൾ കുറച്ചൊരു സേവിങ് ആവശ്യം വരും ഈ മാസം. പക്ഷേ ആൻഡ് ഇത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇമോഷണലി നിങ്ങൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഈ മാസം എന്തോ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകണു. ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിനെ കുറേ ഹീലിംഗ് എനർജീസ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഔട്ട്കം? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തിലെ ഔട്ട്കം പേജ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്. ഇമോഷണലി നിങ്ങൾ ഇതുവരെ ക്ലോസ്ഡ് ഓഫ് ആയിരുന്നു. ഇപ്പോൾ മെല്ലെ ഒരു പുതിയ തുടക്കം വരുമ്പോൾ കുറച്ച് നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യണോ. 7 ഓഫ് കപ്സ്. കുറച്ച് സമയം വരെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും മനസ്സിൽ, എന്താ വേണ്ട അറിയില്ല. പക്ഷേ ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താ വെച്ചാൽ ഇത് ഒരു എന്താ പറയുക, ഡെസ്റ്റിനി കാർഡാണ്. ഗുഡ് ലക്ക്, ഫോർച്യൂൺ. ഓക്കെ, ഇത് ഡെസ്റ്റിനി ആണ് ഇവിടെ എന്തോ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാണ്. അത് ആ ശരിയായ സമയത്ത് വരും. പിന്നെ നിങ്ങളത് ഫ്ലോയിൽ പോയാൽ നിങ്ങൾക്കത് നല്ലപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇത് യൂണിവേഴ്സിൻ്റെ തന്നെ തീരുമാനിച്ച ഒരു സിറ്റുവേഷനാണ് കൊണ്ടുവരണ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു നല്ല ചേഞ്ചാണ്, നല്ല തുടക്കമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇതിനെ ക്ലെയിം ചെയ്യുക. 4 ഓഫ് കപ്സ് ഇത് വരുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആവില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങൾ എന്താ പറയണ വെച്ചാലും അതിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. എന്താ വെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് ആദ്യം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ ഇതിനെ ഇഗ്നോർ ചെയ്യരുത്. എന്താ വെച്ചാൽ ഇതൊരു പറഞ്ഞ മാതിരി യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റാണ്. കുറേ സ്റ്റേബിലിറ്റി കൊണ്ടുവരണ എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ അക്വേറിയസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നമ്മൾക്കിപ്പോൾ ഒറക്കിൾ മെസ്സേജ് എടുത്ത് നോക്കാം. എന്താണ് മെസ്സേജ്? ഫെബ്രുവരി മാസത്തിൻ്റെ ഒറക്കിൾ മെസ്സേജ് അക്വേറിയസിന് വേണ്ടിയിട്ട്. ഷോ ദ വേൾഡ് ദ റിയൽ യു, ഫുൾ മൂൺ ഇൻ അക്വേറിയസ്. അപ്പോൾ ഇത് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ട്രൂ സെൽഫ്, നിങ്ങൾ ഇതുവരെ ആരോടും ഒന്നും പറയാണ്ട് എക്സ്പ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു ഷെല്ലായിരുന്നു. ഇപ്പോൾ പുറത്തു വരാനുള്ള സമയമായിരിക്കണം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക അക്വേറിയസ്. ആൻഡ് ഈ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ശരിക്കും ഒരു പുതിയ സ്റ്റാർട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പേഴ്സണൽ റീഡിങ് വേണം പക്ഷേ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.